ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീല ജയൻ. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം സൂവിലേക്കൊരു യാത്രയാണ്. അതിൻ്റെ എൻട്രൻസിൽ എത്തി നിൽക്കുന്നു. ഇടത് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ, വലത് സൈഡിൽ നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ഭാഗമാണ്. അവിടെ സ്കൂൾ കുട്ടികളെല്ലാവരും ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. മ്യൂസിയം വഴി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ മ്യൂസിയത്തിനകത്തേക്ക് ഉള്ള പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. വണ്ടിയൊക്കെ അതുവഴി കയറ്റി വിടും. ഇപ്പുറത്തെ വഴിയിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് സൂവിനകത്ത് കടന്നു. അകത്തെ കാഴ്ചകളാണിത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് കാട്ടുപോത്താണ്. നേരത്തെ അതായിരുന്നില്ല, ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാട്ടുപോത്താണ്. അവിടെ നിന്ന് ചവച്ച് നിൽക്കുന്നു. അതിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് കുരങ്ങൻ ഉള്ളത്. ഒരു സ്പെഷ്യൽ കുരങ്ങാണ് ഉള്ളത്. മുമ്പാണെങ്കിൽ ഇഷ്ടം പോലെ കുരങ്ങുകൾ അവിടെ എല്ലാം മരത്തിലും അവിടെ ഇവിടെയെല്ലാം ചാടി നടക്കുന്നതെല്ലാം കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെയധികം കുറവാണ്. പക്ഷിമൃഗാദികളെല്ലാം ഷോർട്ടേജാണ് ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ തോന്നിയത്. ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നു. കാട്ടുപോത്തിനെ കണ്ട് നടന്നിങ്ങോട്ട് വരുമ്പോഴാണ് വെള്ളച്ചാട്ടം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി നിർമ്മിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ നടന്ന് ഞാൻ കാണുകയാണ്. അങ്ങനെ നമ്മുടെ ബംഗാൾ കുരങ്ങിൻ്റെ ഭാഗത്തെത്തി. ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് ഉറക്കമാണ് ആശാൻ. താണ്ടിരിക്കുന്നു. നമ്മൾ സൂക്ഷിച്ച് നോക്കണം. അങ്ങനെ നടന്നിങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രതിമ കണ്ടു. അത് ആ ഭാഗമെല്ലാം മങ്കീസിൻ്റെ സ്ഥലമാണ്. ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. പക്ഷേ ആ ഫോട്ടോ കൃത്യമായിട്ട് എടുത്തില്ല. പുതിയ ഫോണിൽ നിന്ന് എടുക്കുന്നതൊന്നും അത്ര കൃത്യമായിട്ടല്ല. ഇപ്പോൾ കുറച്ച് എടുത്ത് വരുമ്പോൾ അത് കറക്റ്റാവും. അങ്ങനെ ബംഗാൾ കുരങ്ങ് ഇരിക്കുന്നത് കണ്ടോ. അതിൻ്റെ ഇപ്പുറത്ത് ഉള്ള കുരങ്ങനാണ്. മറ്റത് അങ്ങ് ഒരുപാടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ കുറവാണ്. ഇങ്ങനെ കണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഒട്ടകപ്പക്ഷി 2 എണ്ണം നിൽക്കുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി തിന്നുന്നു. ഫുഡ് എന്തൊക്കെയോ. പാം കൊക്കാറ്റു ഒരു പക്ഷിയാണ്. പക്ഷികളും തീരെ കുറവാണ്. ഒരുപാട് അങ്ങനെ ചിലച്ചുകൊണ്ട് കിടക്കുന്ന കൂടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു. കുറേ അങ്ങ് ശബ്ദ കോലാഹലമായിരുന്നു. അതെല്ലാം ഇപ്പോൾ കുറവാണ്. കുറേ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. പുതിയ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുതിയ രീതിയിൽ സജ്ജീകരിച്ചിട്ട് അവിടെ പക്ഷികളെയെല്ലാം മൃഗങ്ങളെയും സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും. ഇതാണ് എല്ലാവരുടെയും ഒരു അട്രാക്ഷനായിട്ടുള്ളത്. ഈ പക്ഷികൾ ഇവിടെ ഇങ്ങനെ ആ മരക്കൊമ്പിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ പറക്കുകയും ഇരുന്ന് ഉറങ്ങുകയും അവിടെ വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ നടന്ന് കാണുമ്പോൾ മീനൊക്കെ അവിടെ മുമ്പിൽ കിടക്കുന്നത് കാണാം. അങ്ങ് ഇഷ്ടം പോലെ ഈ പക്ഷികളാണ് ഇവിടെ ഒരുപാടുള്ളത്. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം തീറ്റ തിന്നുകയും മരത്തിൽ ചാടി ഓടി പറന്ന് നടക്കുകയും ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് കൂടുതലും കണ്ടത്. നട്ടുച്ച സമയമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും റെസ്റ്റ് എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഞാനിങ്ങനെ നടന്ന് കാണുകയാണ്. ഈ ഭാഗമാണ് ഏറ്റവും നല്ല അട്രാക്റ്റീവായിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ആ ജലാശയത്തിൽ മീനുകളെ കാണാം. അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. മുള ഒരുപാട് വളർന്ന് നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ
മീനുകളെ കാണാനായിട്ട് നമ്മൾ ചെന്ന് നിന്ന് കാണുന്ന ഒരു സ്ഥലം, ഒരു തടാകം പോലെ പായൽ പിടിച്ച് ഇഷ്ടം പോലെ മത്സ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നല്ല വനം പോലെ വളർത്തി ഇട്ടിരിക്കുകയാണ് മരങ്ങളെല്ലാം, ലതാദികളെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. സന്ദർശകരെല്ലാം ഇവിടെ നിന്നാണ് ഫോട്ടോസും എല്ലാം എടുക്കുന്നത്. ഞാനിങ്ങനെ നടന്ന് കാണുന്നു. എൻ്റെ വീഡിയോ എടുപ്പിൻ്റെ കുഴപ്പമാണ്. എൻ്റെ മുഖത്തിൻ്റെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ തോളിൻ്റെ ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. പന്നിക്കരടി, തേൻകരടി. പന്നിക്കരടി അവിടെ മുകളിലായിട്ട് 2 എണ്ണം ഇരിക്കുന്നത് കണ്ടു. അവ ഇങ്ങനെ ഉറങ്ങുകയാണ്. എഴുന്നേറ്റ് നടന്നാലാണ് നല്ല ഗമയിൽ അവന്മാർ രണ്ടും കൂടി ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഈ മുളകൾ ഇവിടുത്തെ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. നല്ല തണലും ഉണ്ട്. മാത്രമല്ല നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. വെള്ളം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാവരും കുടിക്കുന്നുണ്ട്. ഇതൊരു സിംഹം കണ്ട ഒരു സിംഹം അവിടെ. എല്ലാവരും വിശ്രമത്തിലാണ്. നല്ല ചൂടാണ്. നട്ടുച്ച സമയം, ഒരു 12:30 സമയമാണെന്ന് തോന്നുന്നു. അത് കാരണം എല്ലാവരും ഉറക്കവും വിശ്രമത്തിലുമാണ്. ഇത് മീനുകൾ വളർത്തുന്ന സ്ഥലം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം അങ്ങ് അപ്പുറത്ത് മാറിയുണ്ട്. അവിടെയാണിത്. മീനുകളെ കുറച്ച് സമയം അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഇനിയാണ് നമ്മുടെ തൊലിക്കട്ടിയുള്ള അനിമലിനെ കാണാനായിട്ട് അങ്ങോട്ട് നടന്നു പോകുന്നത്. അങ്ങനെ അതിനെ കാണാനായിട്ട് നടന്ന് പോകുമ്പോൾ അവിടെയുള്ള ഒരു തടിയുടെ രൂപമാണ്. ഒരു മുതലയുടെ ഷേപ്പിലിങ്ങനെ കാണാം. അതും ഒരു അട്രാക്ഷനാണ്. എല്ലാവരും അതിൻ്റെ മുകളിലൊന്ന് ഇരിക്കും, ആ തടിയുടെ പുറത്ത്. ഞാനും ഇരിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ കാണ്ടാമൃഗം, അതാണ് ഇനി കാണുന്നത്. ആ കിടക്കുന്നു അവിടെ. കാണ്ടാമൃഗം അങ്ങ് ദൂരെയായിട്ട് കാണാം. കണ്ട അതിൻ്റെ ചെവി ഇരുന്ന് അനങ്ങുന്നു. എല്ലാവരും വിശ്രമത്തിലാണ്. അത് തന്നെ കിടക്കുന്നുണ്ട. ചെവി ആട്ടുന്നുണ്ട്. ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ കാണ്ടാമൃഗത്തിൽ ചെവി ഇരുന്ന് അനങ്ങുന്നുണ്ട്. അതിൻ്റെ ചെവി ഇരുന്ന് അനങ്ങുന്നുണ്ടോ? കാണ്ടാമൃഗത്തിനെ കണ്ട് അങ്ങനെ പോയപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് 3-4 എണ്ണം, അതും വിശ്രമത്തിലാണ്. അല്ലെങ്കിൽ ഇവയെല്ലാം തീറ്റയൊക്കെ കഴിച്ചവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതാണ് കാണാറുള്ളത്. പക്ഷേ ഇന്ന് എല്ലാവരും അവിടെ ഇവിടെ കിടന്ന് വിശ്രമിക്കുന്നു. ഇതെല്ലാം മാൻകൂട്ടങ്ങളാണ്. പഴയ അത്രയും മാനുകളെ ഒന്നും ഇപ്രാവശ്യം കണ്ടില്ല. സിംഹം, കടുവ, ആ സ്ഥലത്തോട്ടുള്ള സിംഹഭരണത്തിനെ ഞാൻ കണ്ടു. കടുവയൊന്നും എനിക്ക് കാണണ്ട. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് പോയി. പാവം മാൻ വെള്ളത്തിൽ നിന്ന് വിശ്രമിക്കുന്നതാണ്. കാട്ടുപോത്തും മാനും വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ടു. ഒരുപാട് കുറവാണ്. പല കൂടുകളും ഒഴിഞ്ഞു കിടക്കുന്നു. ഒട്ടകപ്പക്ഷി, അവിടെ ഇവിടെയൊക്കെ ഓരോന്നങ്ങനെ നിൽക്കുന്നു. വീണ്ടും നമ്മൾ കാട്ടുപോത്തിൻ്റെ സ്ഥലത്തേക്ക് വന്നു. 2 സ്ഥലങ്ങളിലായിട്ടുണ്ട്.
വെള്ളമാൻ. വെള്ളമാനുകളാണ് ഒരു അട്രാക്ഷൻ. കാട്ടുപോത്തും വെള്ളത്തിൽ നിൽക്കുന്നു. അങ്ങനെ കണ്ട് നടക്കുകയാണ്. മാൻപറ്റം, പുള്ളിമാൻ കൂട്ടം. അടുത്തതായിട്ട് മുള്ളൻ പന്നി ഒരെണ്ണമൊന്നുമല്ല, ഇപ്പോൾ ഒരുപാട് മുള്ളൻ പന്നികൾ വലുത് വന്നിട്ടുണ്ട്. എല്ലാ എണ്ണം ഉറക്കമാണ്. ഒരെണ്ണം പോലും അവിടെ നിന്ന് നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഇത് പുതിയതായിട്ട് നിർമ്മിച്ച ഒരു വെള്ളച്ചാട്ടമാണ്. ആ പാലത്തിലൂടെ നടന്ന് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം. നല്ല ഗംഭീരമായിട്ട് ഈ വെള്ളച്ചാട്ടം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും അതിൻ്റെ മുമ്പിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് മാറി നിന്ന് ആ വഴി നടന്ന് ആ വഴിയിലുള്ളതെല്ലാം കണ്ട് വരികയാണ്. ഇനിയാണ് നമ്മുടെ പാമ്പുകളുടെ സ്ഥലം വരുന്നത്. ഞാനിങ്ങനെ മാറി വെള്ളച്ചാട്ടത്തിൻ്റെ ഇപ്പുറത്തൂടെ ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് നടന്ന് വന്ന് അടുത്ത സ്ഥലം ഞാൻ കാണില്ല. പാമ്പുകളെ ഞാൻ കാണാൻ കയറത്തില്ല. അതുവഴി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് നമ്മുടെ മയിൽ, മറ്റതെല്ലാം കൂടെ കിടന്ന് കരച്ചിലും. ഒരു മഴ സമയത്ത് അല്ലെങ്കിൽ മഴക്കോ ഉള്ള സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഇപ്പം ഉച്ച സമയമായതുകൊണ്ടാണ് അവിടെയൊക്കെ നിന്ന് വിശ്രമിക്കുന്നത്. പീലി വിടർത്തി നല്ല കരച്ചിൽ തുടങ്ങുന്ന സമയമായിരുന്നു. ഞാൻ മറ്റ് പോകുന്ന സമയങ്ങളിലൊക്കെ ഇന്ന് ആ മഴയല്ലാതെ ഉള്ള സമയത്ത് പോയാൽ അവ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതായിട്ട് കാണാനേ പറ്റൂ. പീലി വിടർത്തുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ നല്ല ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പുൽത്തകിടിയൊക്കെ ഉണ്ട്. എല്ലാം അതിൻ്റെ എൻട്രൻസിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തുമെല്ലാം ഗംഭീരമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് സൂവിന് വെളിയിലേക്ക് ഞാൻ വന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.